അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സൗജ് പറയുന്നു സതുൽഖീന ബിഹാ ഫീ സുല്ലത്തിൽ ഖുമ്മാമ കൽ ആദ, സാധാരണ കൽ ആദ ആസ് ഇൻ പ്രാക്ടീസ് സാധാരണ ചെയ്യുന്നത് പോലെ സതുൽഖീന ബിഹാ ഫീ സുല്ലത്തിൽ ഖുമ്മാമ, സാധാരണ വേസ്റ്റ് ബാസ്കറ്റിൽ ട്രാഷിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കലാണല്ലോ പതിവ്. കുല്ലു ഹാദിഹിൽ അത്അഇമ, ഈ ഭക്ഷണ സാധനങ്ങൾ തുൽഖാ ഫീ സുല്ലത്തിൽ ഖുമ്മാമാത്ത് സുല്ലത്തുൽ മുഹ്മില്ലാത്ത്, ഈ ട്രാഷിൽ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ടു തട്ടുന്ന ഈ ഭക്ഷണങ്ങളുണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ എന്താണ്? യൗമിയ, ദിവസവും കൊണ്ട് തട്ടുന്ന ഈ ഭക്ഷണങ്ങൾ വഹുനാക്കമല്ലായജിദു, നീ മനസ്സിലാക്കണം, അവിടെ ഈ സമയത്ത് ഇങ്ങനെ കൊണ്ട് ഭക്ഷണം തട്ടുന്നു, അതേസമയം വഹുനാക്കമല്ലായജിദു കസ്റത്തൻ ഖുബ്സി, ഒരു കഷ്ണം ഖുബ്സിന്റെ കഷ്ണം പോലും, റൊട്ടി കഷ്ണം പോലും കിട്ടാത്ത ധാരാളം ആൾക്കാർ ഉണ്ട് ലോകത്ത് എന്ന് മനസ്സിലാക്കണം. എന്താ ഇത്? ഇതെല്ലാം യകുൻ തബ്ദീറൻ വ ഇസ്റാഫൻ, ഇത് ഒരു തബ്ദീറും ഇസ്റാഫും, അല്ലാതെങ്കിൽ എന്താ പറയാ, ഒരു വേസ്റ്റും. ഇസ്റാഫ് എന്ന് പറഞ്ഞ ദുർവ്യയം, അമിതച്ചെലവ്, പാഴ്ചെലവിനാണ് ഇസ്റാഫ് എന്ന്, അമിതവ്യയം അതിനെയാണ് ഇസ്റാഫ് എന്ന് പറയുന്നത്. അതുപോലെ തബ്ദീർ എന്ന് പറഞ്ഞാൽ പണത്തെ ധൂർത്ത്, അതായത് അടിച്ചു പൊടിച്ചു കളയുക. ഖുർആന്റെ ഒരു പ്രയോഗമാണ് തബ്ദീർ. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, നിങ്ങൾ പണത്തെ എന്ത് ചെയ്തില്ല, അടിച്ചു പൊടിച്ചു കളയരുത്. ഇന്നൽ മുബദ്ദിരീന, പണത്തെ ദുർവ്യയം ചെയ്യുന്ന ആൾക്കാർ, കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ സന്തതികളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വാക്ക് പദപ്രയോഗം ഖുർആന്റെ ഒരു പദപ്രയോഗമാണ്. അപ്പൊ തബ്ദീർ എന്ന് പറയുന്നത് ഇസ്റാഫിന്റെ ഒരു പര്യായ പദമാണ് എന്ന് മനസ്സിലാക്കുക. ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين كان الشيطان للإنسان كفورا എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതാണ് ഇസ്റാഫൻ, ഇത് പാഴ്ചലവും ദുർവ്യവുമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഇർക്കബോൻ, എന്നിട്ടത് കഴിഞ്ഞ് വീട്ടിലായിരുന്നു സംഭാഷണം. അത് കഴിഞ്ഞ ഒരു യാത്ര പുറപ്പെടുകയാണ്. ഇർക്കബോന സയ്യാറ, പേജ് നമ്പർ 31 കിടക്കുന്നു. ഇർക്കബോന സയ്യാറ വയദ്ഹബൂന ഇല സൂഖ്, അവർ കാറിൽ കയറുന്നു, മാർക്കറ്റിലേക്ക് പോകുന്നു. വതതദക്കറു സൗജ മിനൽ മുഷ്തറയാത്ത്, വാങ്ങേണ്ടുന്ന സാധനങ്ങളുടെ കാര്യം വീണ്ടും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം, അതെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഭാര്യ യാത്രയിൽ ഉടനീളം. അപ്പൊ സൗജത്ത് വീണ്ടും പറയാണ്, മാതാ നസീദ്, എന്താ ഞാൻ മറന്നുപോയത്? മാതാ നസീദ്, എന്താ ഞാൻ മറന്നത്? വീണ്ടും ഇങ്ങനെ ഓർക്കാണ്, എന്താ ഞാൻ മറന്നത്? മാതാ നസീദ്. അപ്പൊ ഭർത്താവിന് ബുദ്ധിമുട്ടായി. സൗജ് പറയാണ്, എല്ലാ നേരം നിന്നെ ഇങ്ങനെ ഏർപ്പെടുത്തി കളയുന്നു, നീ അതിൽ ഒഴുകി പോകുന്ന ഈ ലിസ്റ്റ് എന്താണ്? ഇത്രയും വലിയ ലിസ്റ്റ്, എന്ത് സാധനം? ഒരു വീട്ടിലേക്കുള്ള സാധനമാണോ അതോ ഒരു പ്രദേശത്തേക്ക് മുഴുവനുള്ള സാധനമാണോ? മാഹാദിഹിൽ കാമ, എന്ത് ലിസ്റ്റാണിത്? അല്ലത്തി ഷഗലത്തുക്കി, നിന്നെ ഏർപ്പെടുത്തിക്കളഞ്ഞ, നിന്നെ വ്യാപൃതമാക്കി കളഞ്ഞ ലിസ്റ്റ് എന്ത് ലിസ്റ്റാണ്? തിവാല അൽ വക്ത്, ഇത്രയും നേരം. നസീത്തു, സൗജത്ത് പറയാണ്, നസീത്തു അക്തുബ കസീറ മിനൽ മുഷ്തറയാത്ത്, ധാരാളം കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. വാങ്ങാൻ ഉദ്ദേശിച്ച പല സാധനങ്ങളും മുഷ്തറയാത്തുകളൊന്നും ഞാൻ എഴുതിയില്ല. പല കാര്യങ്ങളും ഓർമ്മിച്ചിരുന്നു, പക്ഷെ അത് എഴുതിയപ്പോ പലതും വിട്ടുപോയിരിക്കുന്നു. അതാണ് നസീത്തു അക്തുബ, എനിക്ക് എഴുതാൻ മറന്നുപോയി. കസീറൻ മിനൽ മുഷ്തറയ, വാങ്ങേണ്ട സാധനങ്ങളിൽ പലതും ഞാൻ എഴുതാൻ വിട്ടുപോയി. അപ്പൊ ഭർത്താവ് പറയണം, ഹാദിഹി ഖായിമത്ത് മുഷ്തറയാത്ത് ഉസ്റത്ത് മിൻ അർബഅത്തി അഫ്റാദ് അം ഖായിമത്ത് മുഷ്തറയാത്തിൻ ഹയ്യും ബികാമിൽ? ഹാദിഹി ഖായിമത്ത് മുഷ്തറയാത്ത് ഉസ്റത്ത് മിൻ അർബഅത്തി അഫ്റാദ്, 4 വ്യക്തികൾ, അതായത് ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന 4 വ്യക്തികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇത്. ഹാദിഹി ഖായിമ, ഇത് ലിസ്റ്റാണോ? ഏതിന്? ഹാദിഹി ഖായിമത്ത് മുഷ്തറയാത്ത്, വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇത്. ആരുടെ? ഉസ്റത്തുൻ മിൻ അർബഅത്തി അഫ്റാദ്, 4 വ്യക്തികൾ, 4 ആൾക്കാർ മാത്രമുള്ള കുടുംബത്തിനുള്ള ലിസ്റ്റാണോ? അതോ അം ഖായിമത്തു മുഷ്തറയാത്തുൻ ഹയ്യും ബികാമിൽ, ഒരു ലൈൻ, സ്ട്രീറ്റ്, ഒരു സ്ട്രീറ്റ് നമ്മൾ പറയുന്നത് ഷാരിഅ എന്നാണ് അറബി. ഷാരിഅയിൽ തന്നെ പല ലൈനുകൾ ഉണ്ടാവും. ഒരു സ്ട്രീറ്റിൽ പല പല ചെറിയ ലൈനുകൾ, അതിനെയാണ് നമ്മൾ ഹൈ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹയ്യില് ഒരു